ഹലോ മക്കളെ, നമ്മുടെ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽസ് തുടങ്ങിയിട്ട് 2 ദിവസമായി. നല്ല നല്ല മെസ്സേജസൊക്കെ വരുന്നുണ്ട്. എക്സാം കഴിഞ്ഞവർ ഈസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. വീഡിയോസ് ഹെൽപ്ഫുള്ളാണ് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ഗ്രാഫിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തതല്ലേ. +1 എക്സ്പെരിമെൻറ്റ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ്, അതായത് സിമ്പിൾ പെൻഡുലും ഹെലിക്കൽ സ്പ്രിങ്ങും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ വീഡിയോയുടെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ കൂടെ അയക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് +2 എക്സ്പെരിമെൻറ്റ്സിൽ വരുന്ന ഗ്രാഫുകളാണ്. അതായത് ഓംസ് ലോ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, ID കർവ്, അതുപോലെ ഡയോഡ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കുള്ള ഗ്രാഫുകൾ ഏതൊക്കെയാണോ അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ. അപ്പം ഇനി അതുപോലെ തന്നെ ഇന്നലെ ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, സ്കൂളിൽ ചില എക്സ്പെരിമെൻറ്റ്സൊക്കെ അവരുടെ സ്കൂളിൽ ചില എക്സ്പെരിമെൻറ്റ്സും ചില മെത്തേഡും ഒക്കെ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ലാസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറയുന്നത്, ഏതൊക്കെ പഠിക്കണം എന്നാണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ എല്ലാ എക്സ്പെരിമെൻറ്റ്സും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ചില എക്സ്പെരിമെൻറ്റ്സ് ക്ലാസ് മൊമെൻറ്റിൽ ഒഴിവാക്കാം, ചില മെത്തേഡുകൾ ഒഴിവാക്കാം, ചില എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഗ്രാഫുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലാസ്റ്റിൽ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി, അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഓംസ്ലോയുടെ ഗ്രാഫ് നോക്കാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഗ്രാഫുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓംസ്ലോയുടെ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഒറിജിനിലൂടെ പാസ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ അത് ഓംസ് ലോ വാലിഡ് ആവുകയുള്ളൂ എന്നാണ്. പിന്നെ ചില കേസസിൽ മാത്രം ടീച്ചേഴ്സ് ഒരു എക്സ്ക്യൂസ് തരാം, പക്ഷേ നമ്മൾ ഓംസ് ലോയുടെ ഗ്രാഫ് എപ്പോഴും ഒറിജിനിലൂടെ പാസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓംസ് ലോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ഐയും വൈ ആക്സിസിൽ വിയും ആണ് കൊടുക്കാറുള്ളത്. ചിലർ തിരിച്ചും ഇവിടെ വിയും അവിടെ ഐയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഈസിയാണ്. V/I ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്ലോപ്പ് എടുക്കുമ്പോൾ I/V എന്നാണ് വരിക, അത് കണ്ടക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് റെസിസ്റ്റൻസ് വരിക, അല്ലെങ്കിൽ X/Y എന്നൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ ഐ എന്ന് പറയുന്നത് എന്താണ്? അമ്മീറ്റർ റീഡിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ അമ്മീറ്റർ റീഡിംഗ് ആയിട്ട് എടുക്കുന്നത് 0.1, 0.2, 0.3, 0.4 ആണെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ട് മീറ്റർ റീഡിംഗ് എനിക്ക് കിട്ടിയത് 0.2, 0.4, 0.6, 0.75 ഇങ്ങനെയൊക്കെയാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. കറക്റ്റായിട്ട് ഈക്വലായിട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മളിവിടെ വോൾട്ട് മീറ്റർ റീഡിംഗ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അമ്മീറ്റർ റീഡിംഗ് ആണ് ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ I കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് V ചേഞ്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ് ആക്സിസിൽ അമ്മീറ്റർ റീഡിംഗ് എടുക്കുകയാണ്. 0.1, ഇവിടെ 0.2, ഇവിടെ 0.3, 0.4, 0.5 ഇങ്ങനെ എടുത്തു. ഇങ്ങനെയാണ് എനിക്ക് റീഡിങ്സ് വന്നത്. അതുകൊണ്ട് വൈ ആക്സിസിൽ നോക്കിക്കേ, വോൾട്ട് മീറ്റർ റീഡിംഗ് 0.2, 0.4, 0.6, ഇനിയിപ്പോൾ ഇത് 0.68 ആണെന്ന് വിചാരിക്കൂ, 0.75. അപ്പോൾ ഒരു 0.2ൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ എടുക്കുന്നത് അതുപോലെ തന്നെയാണ്. 0.2, 0.4, 0.6, 0.8, 1 ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് നോക്കുക. 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 0.2 ആണ്. അപ്പോൾ ഇവിടെയാണ് ഡോട്ട് ഇടുക. 0.2ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ്? 0.4 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തു. അടുത്തത് 0.3ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.68 ആണ്. അപ്പോൾ 0.3 ഇവിടെയാണ്. 0.68 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 0.6 കഴിഞ്ഞിട്ട് 0.7 ആണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് വരച്ച് കാണിച്ചു തരാം. 0.6 ഇത് കഴിഞ്ഞാൽ ഇവിടെയാണ് 0.8 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെയാണ് വരിക അല്ലേ. ഈ ലൈൻ എന്ന് പറയുന്നതാണ് 0.7. അപ്പോൾ ഈ 0.6നും 0.7നും ഇടയിൽ നമ്മൾ ഇതെന്താ വരിക? ഇത് 0.62 ആണ്. അടുത്തത് 0.64 ആണ്. അടുത്തത് 0.66 ആണ്. ഇത് 0.68 ആണ്. പിന്നീടാണ് 0.7 വരിക. അത് കഴിഞ്ഞാൽ ഇത് 0.72 ആണ്, 0.74, 0.76, 0.78. അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഓരോ ഡിവിഷൻസും എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 0.68 ആണ് എനിക്ക് എടുക്കേണ്ടത്. 0.68 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 0.3ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.68 എന്ന് പറയുമ്പോൾ ഈ 0.7 വരുന്നില്ലേ, ഇതിൻ്റെ നടുക്കാണ് 0.7 വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിവിഷൻ്റെ നേരെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഡോട്ട് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും വരിക. 0.68ൻ്റെ നേരെയുള്ള സ്ഥലത്താണ് ഞാൻ പ്ലോട്ട് ചെയ്യേണ്ടത്. അടുത്തത് 0.4ന് എത്രയാണ് വരുന്നത്? 0.75 ആണ്.
അപ്പോൾ 0.4-ന് 0.75 എന്ന് പറയുമ്പം ഞാൻ ദാ ഇവിടെ നോക്കിക്കേ, 0.75 എന്ന് പറയുമ്പം 0.72, 0.74, 0.76. അപ്പോൾ 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 0.76 ആയിട്ട് അത് എടുക്കുവാണെങ്കിൽ ഈ 0.76ൻ്റെ നേരെ വേണം ഞാൻ ഈ 0.4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോട്ട് ചെയ്യാനായിട്ട് കേട്ടോ, ഡോട്ട് ചെയ്യാൻ. 0.4-ന് 0.775 എന്ന് പറയുമ്പോൾ 0.7 ഇതല്ലേ, അപ്പോൾ 0.72, 74, 76. അപ്പോൾ ദാ ഇവിടെ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് 0.8ൻ്റെ താഴത്തെ ഡിവിഷൻ്റെ നേരെയാണ് ഞാൻ 0.4-ന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കൊടുക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ റഫായിട്ടൊരു വാല്യൂ എടുത്തത് കൊണ്ടാണ്. ഇനി നോക്കൂ, ഞാൻ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഞാനിതിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത് കറക്റ്റ് ഒറിജിനിലൂടെ പാസ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പോയിൻ്റ് മാത്രം പുറത്തേക്കായിപ്പോയി. അത് വലിയൊരു വിഷയമാക്കണ്ട, കാരണം നമുക്ക് 3 റീഡിങ്സ് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്നുണ്ട്, ഒറിജിനിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ലൈൻ പുറത്തേക്ക് പോയതുകൊണ്ട് നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ടെൻഷനാണെന്നിരിക്കെ എന്ത് ചെയ്യുക, ആ 0.3ക്ക് കറസ്പോണ്ടിങ് ആണ്, ആ 0.3യുടെ റീഡിങ് നിങ്ങൾ കണക്ഷൻസ് ഒന്നും ഡിസ്കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഒന്നും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റീഡിങ്സ് എഴുതാനിരിക്കണം. ഇനിയിപ്പം ചില ടീച്ചേഴ്സ് പറയും റീഡിങ്സ് എടുത്ത് കഴിഞ്ഞെങ്കിൽ എല്ലാം ഡിസ്കണക്ട് ചെയ്തോളൂ, എന്നിട്ട് കാൽക്കുലേഷൻസ് ചെയ്താളാനൊക്കെ പറയും. പക്ഷേ ചില ടീച്ചേഴ്സ് പറയുന്നത് ഫുള്ള് റീഡിങ്സ് എഴുതിയതിന് ശേഷം കാൽക്കുലേഷനൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഡിസ്കണക്ട് ചെയ്താൽ മതി എന്നാണ്. കാരണം നമ്മൾ എന്തെങ്കിലും കെയർലെസ് മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഇതൊക്കെ കണക്ട് ചെയ്ത് റീഡിങ്സ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ ബാറ്ററി ഓഫാക്കി ഇടുക, കീ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കീയും മാറ്റി വെക്കുക. ഇത്രയും മാത്രം ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേഷൻസും കാൽക്കുലേഷൻസും റിസൾട്ടൊക്കെ എഴുതുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻസ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അന്നേരം നമുക്കൊന്ന് വീണ്ടും ബാറ്ററി ഓൺ ചെയ്തിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ റീചെക്ക് ചെയ്ത് നോക്കാം അല്ലേ നിങ്ങളുടെ റീഡിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് ഈ 0.3യുടെ വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് നമുക്കത് റീചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓംസ് ലോയുടെ ഗ്രാഫ്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്കെയിൽ എടുക്കുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ ഗ്രാഫിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണോ റീഡിങ്സ് എന്നുള്ളത് നോക്കുക. ആ റീഡിങ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വേണം നമ്മൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഗ്രാഫിൽ വരുന്നത് പോലെ നമ്മൾ റീഡിങ്സ് പ്ലോട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടാവണം എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്ന പേടിയാണ് അതൊക്കെ. വോൾട്ട് മീറ്റർ റീഡിങ് അത് നോക്കൂ, 0.2-ഉം 0.75 ആണ്. അപ്പോൾ നമ്മൾ 0.2 തുടങ്ങി 0.8 വരെ എന്തായാലും വേണം. 0.2-ന്ന് 0.8 വരെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0.1 2 3 4 5 6 7 8 എന്ന് എടുത്താലും പ്രശ്നമേ ഇല്ല. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ എടുത്ത പോലെ എടുക്കാണ്ട് 0.1 0.2 0.3 0.4 0.5 0.6 0.7 0.8 അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് ഒന്നും കൂടെ വലിയ ഗ്രാഫ് കിട്ടും. സോ ഏത് ഗ്രാഫ് എടുക്കുമ്പോഴാണ് ഏത് സ്കെയിൽ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്രാഫ് നന്നായിട്ട് കിട്ടുന്നത് എന്ന് നോക്കിയാൽ അതനുസരിച്ച് ഗ്രാഫ് വരച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം ഗ്രാഫ് വരച്ചു തെറ്റി പിന്നെയും പോയിട്ട് ഗ്രാഫ് ചോദിക്കുക, അതിനൊന്നും നിൽക്കാതെ നമ്മൾ ആദ്യം റഫായിട്ടൊന്ന് വരച്ചു നോക്കുക. അപ്പോൾ വരയ്ക്കുന്നതിന് മുന്നേ ലൈറ്റായിട്ടേ നമ്മൾ പെൻസിലിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. പേന ഒരിക്കലും ഉപയോഗിക്കരുത്. ഗ്രാഫിൽ പെൻസിൽ മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് എഴുതാനൊക്കെ പെൻസിൽ തന്നെ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ഇനി പേന യൂസ് ചെയ്ത് എഴുതാനുള്ളത് പേന യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേന യൂസ് ചെയ്തേക്കുക കേട്ടോ. ഞാനൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാം പെൻസിലുണ്ട് തന്നെ എഴുതിയാൽ മതി എന്നാണ് പറയാറുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ലൈറ്റായിട്ടൊന്ന് വരച്ചു നോക്കുക. ഏത് ഗ്രാഫിൽ നിന്നാണ് റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗ്രാഫ് നന്നായിട്ട് കിട്ടുന്നത് എങ്ങനെ സ്കെയിൽ എടുക്കുമ്പോഴാണ്. എന്നിട്ട് പിന്നെ നമുക്ക് റെഡ് ചെയ്തിട്ട് വരയ്ക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഗ്രാഫൊക്കെ എപ്പോഴും നീറ്റായിരിക്കണം കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഗ്രാഫിൻ്റെ പേരെന്താ കൊടുക്കേണ്ടത്, VI ഗ്രാഫാണ്. ഓക്കെ, VI ഗ്രാഫാണ്. നമ്മൾ സ്കെയിൽ എങ്ങനെയാണ് കൊടുക്കുക, എന്നാൽ ആരോ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്ന കണ്ടു എങ്ങനെയാണ് സ്കെയിൽ എഴുതുന്നത് എന്നുള്ളത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലല്ല എനിക്ക് ആ കമൻറ്റ് വന്നിരിക്കുന്നത്, വേറെ ഏതോ വീഡിയോയിലാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ 10 ഡിവിഷൻസിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, ഇത് കണ്ടോ. ഇത് ഓരോ ഡിവിഷൻ എന്ന് പറയുന്നതും ഓരോ ഇതെന്ന് പറയുന്നതും 10 ഡിവിഷൻസാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ 10 ഡിവിഷനിൽ എത്രയാണ് വന്നിരിക്കുന്നത്, 0.1 ആംപിയർ അല്ലേ. വൈ ആക്സിസിൽ 10 ഡിവിഷൻസിൽ നമ്മൾ എത്ര എടുത്തിരിക്കുന്നത് നോക്കിക്കേ, 0.2 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ 0.2 വോൾട്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും 2 പോയിൻ്റ് എടുത്തിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക, ABC.
അല്ലേ? അപ്പോൾ എ ബി സി എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ബി സി ബൈ എ ബി. ബി സി എന്ന് പറയുന്നത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 0.75 അല്ലേ? 75 മൈനസ് 0.2 ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയുന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ദാറ്റ് ഈസ് 0.4 മൈനസ് 0.1. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. യൂണിറ്റ് എന്താണ്? ഓം ആണ് യൂണിറ്റ്. അയ്യോ സൗണ്ട് പോയി. ഓം ആണ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓംസ് ലോയുടെ ഗ്രാഫ്. ഇതിൽ ഒരു പ്രശ്നവുമില്ല കാര്യമല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓംസ് ലോ ഒക്കെ കിട്ടിയ കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ലാബിൻ്റെ പുറത്തേക്ക് വന്ന് കണ്ടിട്ടുള്ളത് ഇത്രയും വർഷങ്ങളായിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുന്ന പോലെ അല്ല, എക്സാമിന് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വാല്യൂ ആയിരിക്കും, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ലാബ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവുക. ഒരു വിധമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയവർക്കാണെങ്കിലും. പ്രിൻസിപ്പൽ ആൻഡ് ഫോർമുല പഠിക്കാണ്ട് പോവുകയോ ചെയ്യരുത്, എന്തായാലും പഠിക്കണം. ഇന്നലെയും ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് റീഡിങ്സ് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഞാൻ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മൾ വാല്യൂസൊക്കെ ഒന്ന് നോക്കി വെക്കുക. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഓംസ് ലോയുടെ ഗ്രാഫ് തന്നെ നമുക്കറിയാം റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? റെസിസ്റ്റൻസ് മാറും. അപ്പം നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവുക 40 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വയർ ആയിരിക്കും ലെങ്ത് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് തരുന്നുണ്ടാവുക 60 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള റെസിസ്റ്റൻസ് വയർ ആയിരിക്കും. ഈ 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള റെസിസ്റ്റൻസ് വയറിൻ്റെ റെസിസ്റ്റൻസ് അല്ല 60 സെൻറ്റിമീറ്റേഴ്സിന് ഉണ്ടാവുക. അത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ആ വാല്യൂ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. കാരണം നിങ്ങളുടെ അതേ എക്സ്പെരിമെൻറ്റ് വേറൊരു കുട്ടിയും കൂടെ ചെയ്യുന്നുണ്ടാവും. ആ കുട്ടി ചിലപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കുട്ടിക്ക് അത് കറക്റ്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ രണ്ടും ഒരുപാട് വേരിയേഷൻസ് വരുമ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നറിയാമോ, ഇതിവർ ഒന്ന് ചെക്ക് ചെയ്യും. നിങ്ങളൊക്കെ ലാബിൽ നിന്ന് അറിയുന്നതിന് ശേഷം എക്സ്റ്റേണൽ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തതിലാണ് പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് നമ്മൾ മാർക്ക് കളയണത്? നമുക്ക് അറിയുന്ന എക്സ്പെരിമെൻ്റ് തന്നെ നമ്മൾ വെറുതെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്തിട്ട്, ഞാൻ മിസ്സിൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. മിസ്സിൻ്റെ കുട്ടികളൊക്കെ എത്ര പറഞ്ഞാലും വീണ്ടും ബൈ ഹാർട്ട് ചെയ്ത് വന്നിട്ടൊക്കെ എഴുതി വെച്ചിട്ട് മാർക്ക് പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ ഓംസ് ലോയിൽ ഒരു കാര്യം കൂടെ, ഗ്രാഫല്ല, കുറേ പേര് ചോദിക്കുന്നുണ്ട് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഈക്വൽസ് RA/L ആണ്. ദാറ്റ് ഈസ് R × πr²/L ആണ്. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമുക്ക് ഈ ഓംസ് ലോയുടെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ കാൽക്കുലേഷൻ വഴി അല്ലെങ്കിൽ ഗ്രാഫ് വഴി എങ്ങനെയാണോ അത് നമ്മൾക്ക് R കിട്ടി. പൈ എന്ന് പറയുന്നത് നമുക്കറിയാം 3.14 ആണ്. ഇൻറ്റു റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് വയറിൻ്റെ റേഡിയസ് നമ്മൾ സ്ക്രൂ ഗേജ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ, അത് മില്ലിമീറ്റേഴ്സിലായിരിക്കും, അതിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10⁻³ ഇത് ഹോൾ സ്ക്വയർ ചെയ്യാൻ മറന്നു പോരുത്. ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തരും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 40 സെൻറ്റിമീറ്ററോ 60 സെൻറ്റിമീറ്ററോ. അപ്പോൾ 40 ആണെങ്കിൽ 40 സെൻറ്റിമീറ്റേഴ്സിനെ മീറ്റേഴ്സിലേക്ക് ആക്കാൻ 10⁻² ആണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ഓം മീറ്റർ എന്നാണ് യൂണിറ്റ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ കൺവേർഷൻ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ആകെ നിങ്ങൾക്ക് വരുന്ന കൺവേർഷൻ ഒന്ന് മില്ലിമീറ്ററിനെ മീറ്ററിലാക്കാനായിട്ട് 10⁻³ ആണ്. സെൻറ്റിമീറ്റേഴ്സിനെ മീറ്ററിലേക്ക് ആക്കാൻ 10⁻² ആണ്. ഗ്രാംസിനെ കിലോഗ്രാംസിലേക്ക് ആക്കാൻ 10⁻³ ആണ്. ഇത്രയും കൺവേർഷൻസേ നിങ്ങൾക്ക് വരുന്നുള്ളൂ, വേറെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചാൽ മതിയേ. ഓക്കെ, അപ്പോൾ അതത്രയും കഴിഞ്ഞല്ലോ, ഓംസ് ലോ കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രാഫ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഗ്രാഫ് പോലെ തന്നെയാണ് കോൺകേവ് മിററിൻ്റെ ഗ്രാഫും വരുന്നത്. അത് UV ഗ്രാഫ് ആണെങ്കിലും 1/1/V ഗ്രാഫ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ആദ്യം UV ഗ്രാഫ് നോക്കാം. UV ഗ്രാഫിൽ നമ്മൾ ഒപ്റ്റിക്സിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, X ആക്സിസിൽ Uവും Y ആക്സിസിൽ Vയും ആണ് എടുക്കുന്നത് UV ഗ്രാഫിൽ കേട്ടോ. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ എടുക്കുന്ന സ്കെയിൽ എന്താണോ അത് തന്നെ ആയിരിക്കണം നമ്മൾ Y ആക്സിസിലും കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 10, 20, 30, 40, 50 എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ 10, 20, 30, 40, 50 എന്നെടുക്കണം. ഒപ്റ്റിക്സിൽ മാത്രം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരേ സ്കെയിൽ എടുക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണ്, U കൂടുമ്പോൾ, U എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റും ലെൻസും. ഇപ്പോൾ ഇത് ഞാൻ കോൺവെക്സ് ലെൻസ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് U. ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് V. ഇത് ഒബ്ജക്റ്റാണ്, ഇത് സ്ക്രീനാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് U, ഈ ഡിസ്റ്റൻസ് ആണ് V എന്ന് പറയുന്നത്. U കൂടുന്നതിനനുസരിച്ച് V കുറയുകയാണ് ചെയ്യുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇമേജ് ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ ആദ്യം ഞാൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇപ്പോൾ 20 സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ
16 സെൻറ്റിമീറ്ററിൽ തുടങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 11, 12 ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും അല്ലേ? 16 സെൻറ്റിമീറ്ററിലാകുമ്പോഴത്തേക്കും എനിക്കൊരു 45 ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആയിട്ട് വരും അല്ലേ? അടുത്തത് 20 സെൻറ്റിമീറ്റേഴ്സിന് എവിടെയായിരിക്കും വരിക? ഇവിടെ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. 30 സെൻറ്റിമീറ്ററിന് ഇവിടെ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. 40 സെൻറ്റിമീറ്ററിന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്കിതാ ഇങ്ങനെ ഒരു കേവായിരിക്കും കിട്ടുന്നുണ്ടാവുക. കണ്ടോ, ഇങ്ങനെ ഒരു കേവാണ് ഏത് ഗ്രാഫിൽ കിട്ടുന്നത്? യു വി ഗ്രാഫിൽ കിട്ടുന്നത്. ഞാനിതെന്താ ഇവിടെ ഈ ബ്ലാക്ക് ബോർഡിൽ തന്നെ വരച്ച് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ ഗ്രാഫിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കൊന്ന് റിവിഷൻ പോലെ ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രാഫൊന്നും എടുത്ത് വരച്ച് സമയം കളയാത്തത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഗ്രാഫ് കിട്ടി. ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഒരുപാട് പേരുടെ സംശയം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്നും 45 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലോക്സ് ആണ് അല്ലേ? ഈ ബ്ലോക്സിൻ്റെ കോർണേഴ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നത് എന്താണ്? 45 ഡിഗ്രിയിലായിരിക്കും പോകുക. അതാ ഇങ്ങനെ കട്ടയുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഒറിജിനൽ നിന്ന് 45 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുക. ഇത് ഗ്രാഫിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഒന്ന് മുട്ടിക്കുക. എക്സ് ആക്സിസിലേക്ക് മുട്ടിയത് എയും വൈ ആക്സിസിൽ മുട്ടിയത് ബി എന്നും കൊടുക്കുക. അപ്പോൾ ഞാൻ പറയട്ടെ, 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും നിങ്ങൾ ഓർക്കുക, ഓൾമോസ്റ്റ് ഒരു 20-20യിലായിരിക്കും എയും ബിയും കിട്ടുന്നുണ്ടാവുക. 20സിലായിരിക്കും കേട്ടോ. ഒത്തിരി വ്യത്യാസം വരത്തില്ല. ഒന്നിൽ 18 അല്ലെങ്കിൽ 22 ആ ഒരു റേഞ്ചിൽ കേട്ടോ. അതായിരിക്കും. അത് കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ളതാണെങ്കിലും എവിടെ ആയിരിക്കും വരിക? അതിൻ്റെ ഇരട്ടി, അതായത് 40യിലായിരിക്കും നമ്മുടെ ഇത് മുട്ടുന്നുണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ സ്കെയിൽ വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ടച്ച് ചെയ്യുക 40യിലായിരിക്കും ടച്ച് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? OA + OB/4 ആണ് അല്ലേ? അപ്പോൾ OA എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂ എത്രയാണ്? 20 അല്ലേ? 20 + OB എന്ന് പറയുന്നത് ഈ വാല്യൂ എത്രയാണ്? 20/4. 40/4 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 10 × 10⁻². മീറ്റേഴ്സ്. കഴിഞ്ഞു. യു വി ഗ്രാഫ് ഇത്രയേ ഉള്ളൂ. കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും ഈസിയാണേ, പഠിച്ചോ? അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങളുടെ റെക്കോർഡിനകത്തുള്ള ഗ്രാഫും കൂടെ എടുത്തിട്ട് വേറൊരു ഗ്രാഫ് ബുക്ക് എടുത്തിട്ട് ഒറ്റയ്ക്കൊന്ന് വരച്ച് നോക്കിക്കേ. ഈസി ആയിട്ട് സെറ്റായി അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഗ്രാഫ് 1/u 1/v ഗ്രാഫാണ്. 1/u 1/v ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ യുവിൻ്റെ വിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ യു എടുത്തിട്ട് അതിൻ്റെ 1/, ആ വാല്യൂ കൊടുക്കുക. 1/u എക്സ് ആക്സിസിലും 1/v വൈ ആക്സിസിലുമാണ് വരിക. അപ്പോൾ ഇതിനകത്ത് അധികം റീഡിങ്സ് വരുന്നത് 0.01, 0.01, 24 അങ്ങനെയൊക്കെയുള്ള 13 അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വാല്യൂസ് ആയിരിക്കും 1/u 1/v എടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെയും ഇപ്പോൾ 0.013, 0.024 എന്നൊക്കെ ആണെങ്കിൽ 0.01, 0.02, 0.03, 0.04 അങ്ങനെ എടുക്കുക. വൈ ആക്സിസിൽ അതുപോലെ തന്നെ 0.01, 0.02, 0.03, 0.04 അങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഗ്രാഫ് നോക്കുക. 1/u ഇപ്പോൾ 0.01 ആണെന്ന് വിചാരിക്കൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1/vയുടെ വാല്യൂ 0.044 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് 0.05 എങ്കിൽ 1, 2, 3, 4 അല്ലേ? 0.01 കറസ്പോണ്ടിങ് ആയിട്ട് 0.044. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് വരുന്നതായിട്ട് കാണാം. ആ ഗ്രാഫ് അങ്ങനെ ജോയിൻ ചെയ്യുക. ചിലപ്പോൾ ഒരു ലൈനൊക്കെ പുറത്തേക്ക് പോവേ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, കർവ് അല്ല. സ്ട്രെയിറ്റ് ലൈൻ ആണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വൈ ആക്സിസിലേക്കും എക്സ് ആക്സിസിലേക്കും അങ്ങോട്ട് നീട്ടുക. എക്സ് ആക്സിസിൽ കിട്ടുന്നത് എയും വൈ ആക്സിസിൽ കിട്ടുന്നത് എന്തായിരിക്കും? ബിയും ആയിരിക്കും. മനസ്സിലായോ? യു വി ഗ്രാഫിനാണ് നമ്മൾ 45 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ വരച്ചിട്ട് എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗ്രാഫ് അങ്ങനെ തന്നെ രണ്ട് വശത്തേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് എയും ഇത് ബിയും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എന്തുവാ നോക്കൂ. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = 2/OA + OB. ഇതിൽ ചിലർ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ ഡയറക്റ്റായിട്ട്
2 ഡിവൈഡഡ് ബൈ OA പ്ലസ് OB എന്ന് എഴുതും. 2 ഡിവൈഡഡ് ബൈ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം OAയുടെയും OBയുടെയും വാല്യൂ കൊടുക്കാനായിട്ട്. അതായത് 2 ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് അല്ലെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് 0.2 0.1 അല്ലേ, 0.1 പ്ലസ് 0.1 ഇങ്ങനെ എടുക്കുക. അപ്പോൾ 0.1ഉം 0.1ഉം എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 0.2 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/2 അല്ലേ. ദാറ്റ് ഈസ് ഓൾസോ 10 സെൻറ്റിമീറ്റർ ഓർ 10 × 10⁻²2 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വഴി ചെയ്യുകയാണെങ്കിലും, അതായത് 1/1/v ഗ്രാഫ് വഴി ചെയ്യുകയാണെങ്കിലും UV ഗ്രാഫ് വഴി ചെയ്യുകയാണെങ്കിലും നമ്മുടെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്? കറക്റ്റ് സെയിം തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ കിട്ടിയ വാല്യൂ അല്ല എഴുതിയത് കേട്ടോ, ഞാൻ ഇതിങ്ങനെ കാണിച്ചു തന്നതാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തട്ടുന്നത് 0.05ലാണ്. ഞാൻ പറഞ്ഞത് ഞാൻ റഫായിട്ടുള്ളൊരു വാല്യൂ ആണ് എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.05 പ്ലസ് 0.05 അങ്ങനെയാണ് എടുക്കേണ്ടിയിരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. 2 ഡിവൈഡ് ബൈ 0.05 പ്ലസ് 0.05 അക്കോർഡിംഗ് ടു ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ 0.05ഉം 0.05 വരേണ്ടത്. അപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെതാണെങ്കിൽ അധികവും ഇവിടെ ഡിനോമിനേറ്ററിൽ 0.1 ആയിരിക്കും വരുന്നുണ്ടാവുക. 10 സെൻറ്റിമീറ്ററിൻ്റെ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ 1/1/v ഗ്രാഫ് ഫോർ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് മിറർ. സ്കെയിൽ എഴുതുന്നത് എങ്ങനെയാണ്? 10 ഡിവിഷൻ ഇസ് ഈക്വൽ ടു 0.01 മീറ്റർ ഇൻവേഴ്സ് 1/u അല്ലേ. യുവിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്, അപ്പോൾ മീറ്റർ ഇൻവേഴ്സ് അല്ല സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. 1 എക്സ് ആക്സിസിൽ 10 ഡിവിഷൻസിൽ 0.01 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതുപോലെ Y ആക്സിസിലും 10 ഡിവിഷൻസിൽ 0.01 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇത്രയേ ഉള്ളൂ. കോൺവെക്സ് ലെൻസിൻ്റെ ഗ്രാഫ് കഴിഞ്ഞോ? കോൺകേവ് മിററിൻ്റെ ഗ്രാഫ് കഴിഞ്ഞോ? UV ഗ്രാഫും 1/1/v ഗ്രാഫും കഴിഞ്ഞോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓംസ് ലോയും പഠിച്ചേ? യെസ്. മിസ് ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നത് ആർക്കൊക്കെയോ നാളെ രാവിലെയൊക്കെ പ്രാക്ടിക്കലുണ്ട്. അപ്പം വേഗം വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കാര്യം പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അപ്ലോഡിങ് ആണെങ്കിലും ഒക്കെ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളത്. അപ്പം അതാണ് ചില വീഡിയോസൊക്കെ കുറച്ച് ലേറ്റായി പോകുന്നത്. നെക്സ്റ്റ് നമ്മുടെ ID കർവ് ഏതിൻ്റെയാണ്? പ്രിസത്തിൻ്റെ ID കർവ് വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും Y ആക്സിസിൽ ആംഗിൾ ഓഫ് ഡീവിയേഷനും എടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കുന്ന സ്കെയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ Y ആക്സിസിലും കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിപ്പം നമ്മൾ 35 ഡിഗ്രിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഐയുടെ വാല്യൂ 30, 40, 50, 60 അല്ല സോറി 30, 35 എന്നല്ലേ പോകുന്നത് അല്ലേ. അപ്പോൾ 30, 35, 40, 45, 50, 55 അങ്ങനെ എടുക്കുകയാണ്. ചിലരിപ്പോൾ 10, 20, 30, 40 എന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എക്സ് ആക്സിസിൽ എടുക്കുന്ന പോലെ തന്നെ ഞാൻ Y ആക്സിസിലും കൊടുക്കുകയാണ്. 40, 45, 50, 55, 60 അങ്ങനെ പോവാം. അപ്പോൾ ഫസ്റ്റ് 30 ഡിഗ്രിക്ക് എനിക്കൊരു 50ൽ കിട്ടിയെന്ന് വിചാരിക്കൂ. 35 ഡിഗ്രിക്ക് ഒരു 48ലാണ് കിട്ടിയത്. അപ്പോൾ 48 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ 45 കഴിഞ്ഞ് 10ാമത്തെ ഡിവിഷനിൽ 50. അപ്പോൾ അതിനിടയിലുള്ള ഓരോ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ഇത് 45, പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതാണ് 50 വരുന്നത് അല്ലേ. അപ്പോൾ 45 കഴിഞ്ഞ് 2ാമത്തെ ഡിവിഷനാണ് 46, 2ാമത്തെ ഡിവിഷൻ 47, അത് കഴിഞ്ഞ് അടുത്ത ഡിവിഷൻ 48, അടുത്ത ഡിവിഷൻ 49, പിന്നെ 50 ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇത് 46, 47, 48, 49, 50 ഇങ്ങനെയാണ് പോവുക കേട്ടോ. അതുപോലെ തന്നെയാണ് എക്സ് ആക്സിസിലും വരിക. അപ്പോൾ എനിക്ക് 48 എന്ന് പറയുമ്പം ഞാൻ എവിടെയായിട്ട് വരണം? 48, 35ന് 48 എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇത് വരികയാണെങ്കിൽ 48 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മേലെയായിട്ട് വരണം, ഇവിടെയായിട്ട് വരും. ഓക്കെ, അടുത്തത് 40 ഡിഗ്രിക്കാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ 40 ഡിഗ്രിക്ക് ചിലപ്പോൾ എനിക്ക് 40 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് 45 ഡിഗ്രിക്ക് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും 42 എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഇവിടെയായിട്ട് വരും. 50 ഡിഗ്രിക്ക് ഏതാണ്ട് ഇവിടെയായിട്ട് വരും. അപ്പോൾ എൻ്റെ കേർവ് ഇങ്ങനെയാണ് വരിക. ഈ ഒരു കേർവ് കുറച്ച് ഇങ്ങോട്ടേക്ക് ആയിപ്പോയി, ഞാനത് ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ID കർവ്. അല്ലാണ്ട് ഇവിടെ ഇത് ഇങ്ങനെ കൊണ്ടിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ID കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതല്ലേ, ആ ഷേപ്പിൽ തന്നെ വരയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചിലപ്പോൾ ഡ്രോ ID കർവ് എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ പിന്നെ ഇത് ചെയ്താൽ മതി, ജസ്റ്റ് കേർവ് മാത്രം വരച്ചാൽ മതി. പക്ഷേ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ലോവറായിട്ട് കിട്ടിയ വാല്യൂ എത്രയാണ്?
ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇസ് 40 ഡിഗ്രി. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വരിക? n is equal to sin a plus d by 2 by sin a by 2 അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ദ പ്രിസമാണ്. ഇക്വിലാറ്ററൽ പ്രിസമാണ് എടുക്കുന്നത്, അതുകൊണ്ട് ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും 60 ആയിരിക്കും. അപ്പം സൈൻ 60 പ്ലസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമുക്ക് എത്ര കിട്ടിയത്? 40 by 2 by sin 60 by 2. 60 plus 40 sin 100 by 2 ആണ്. ദാറ്റ് ഈസ് sin 50 by sin 30. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ. പ്രിസം ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടാണ്. സോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് വരേണ്ടത്? 1.5 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 1.5 എന്ന് പറയുമ്പോൾ 1.4546 അല്ലെങ്കിൽ 1.5253 ആ റേഞ്ചിലൊക്കെ കിട്ടിയാലും മതി കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ പ്രിസത്തിൻ്റെ, അതായത് ഐ ഡി കർവ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്കെയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ സ്കെയിൽ എഴുതാൻ മറന്നു പോരുത്. ഐ ഡി കർവ് എന്ന് എഴുതുക. സ്കെയിൽ എക്സ് ആക്സിസിൽ 10 ഡിവിഷൻസിൽ 5 ഡിഗ്രി, വൈ ആക്സിസിലും 10 ഡിവിഷൻസിൽ 5 ഡിഗ്രി, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഏതാണ്? പി എൻ ജംഗ്ഷൻ ഡയോഡ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ് ആക്സിസിൽ വിയും വൈ ആക്സിസിൽ ഐയും. ഡയോഡ് പലർക്കും ഇല്ല, അപ്പം ഡയോഡ് ഇല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ 0.1, 0.2, 0.3, 0.4, 0.5 അങ്ങനെയാണ് എടുക്കുക. വൈ ആക്സിസിൽ നമ്മൾ മില്ലി അമ്മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം മില്ലി ആംപിയേഴ്സിലാണ് കറണ്ട് കിട്ടുന്നത്. അത് നമ്മുടെ നിങ്ങൾക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നിങ്ങൾ വൈ ആക്സിസിൽ സ്കെയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കും. 25, 50, 75, 100, 125, 150 ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക എൻ്റെ മില്ലി ആംപിയറിൽ. അപ്പം നിങ്ങളത് അതുപോലെ നോക്കുക. ചിലപ്പോൾ 100, 200, 300 അങ്ങനെ ആയിരിക്കും എടുക്കേണ്ടി വരിക. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം ഓൾമോസ്റ്റ് 0 ആയിരിക്കും, മെല്ലെ ഇങ്ങനെ കൂടും, എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ പെട്ടെന്നൊരു കൂടും അല്ലേ? അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ, അതായത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ നീ വോൾട്ടേജ് എന്ന് പറയും അല്ലേ? ഷാർപ്പ് ഇൻക്രീസ് ഓഫ് കറണ്ട് വരുന്നതിനെയാണ് നീ വോൾട്ടേജ് എന്ന് പറയുക. തിയററ്റിക്കലി ജെർമേനിയം ഡയോഡാണെങ്കിൽ നീ വോൾട്ടേജ് 0.3 വോൾട്ടാണ് വരേണ്ടത്. പക്ഷേ നമുക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ 0.4 ഒക്കെ ആയിരിക്കും കിട്ടുക. അധികം ജെർമേനിയം ഡയോഡ് തന്നെയായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ 0.3 വോൾട്ട്, 0.4 വോൾട്ട് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ചില കേസസിൽ ഇതിൻ്റെ ഡയഗ്രാം മാത്രമേ വരയ്ക്കാൻ ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ നിങ്ങളോട് സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ ചോദിക്കാം. സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ എന്താ ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന പോയിൻ്റ്. ഈ പോയിൻറ്റിലെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ റെസിസ്റ്റൻസിനെയാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ നമ്മൾ വൈ ആക്സിസിലേക്കും എക്സ് ആക്സിസിലേക്കും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കറണ്ടാണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ആണ്. സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RDC എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വോൾട്ടേജ് V/I ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് V എത്രയാണ്? 0.5 I എത്രയാണ്? 100. അപ്പോൾ 100 × 10⁻³ കൊടുക്കണം. കാരണം 100 മില്ലി ആംപിയർ ആണ്. മില്ലിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ 10⁻³ ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്. അത് ഓമിലാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും 2 പോയിൻ്റ് എടുത്തിട്ട് സ്ലോപ്പ് വരയ്ക്കുക. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RAC = ΔV/ΔI. ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ കറണ്ട് ആണ്. ചേഞ്ചിങ് റെസിസ്റ്റൻസിനെയാണ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ഇവിടെ നിന്ന് ഇത് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ? ΔV എന്ന് പറയുന്നത് എന്താണ് വരിക? AB /ΔI എന്ന് പറയുന്നത് എന്താണ് വരിക? BC എന്ന് വരും അല്ലേ? അപ്പോൾ AB/BC ആണ് നമ്മുടെ ഡൈനാമിക് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടി, ഡൈനാമിക് റെസിസ്റ്റൻസും കിട്ടി. സോ ഇത്രയാണ് നമ്മുടെ എന്താണ് ഡയോഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ പേര് കൊടുക്കേണ്ടത് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ അല്ലെങ്കിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ കൊടുക്കാം. സ്കെയിൽ എഴുതേണ്ടത് 10 ഡിവിഷൻസ് = എക്സ് ആക്സിസ് 10 ഡിവിഷൻ = 0.1 വോൾട്ട്, വൈ ആക്സിസിൽ 10 ഡിവിഷൻ = 25 മില്ലി ആംപിയർ. ഞാൻ എടുത്തത് വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേത് എന്താണോ, കാരണം ഓരോ സ്ഥലത്തും മില്ലി ആംപിയറിൻ്റെ റേഞ്ച് ഡിഫറെൻറ്റാണ്. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് 0 മുതൽ ലാസ്റ്റ് എന്താണോ വാല്യൂ വരുന്നത് അതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ലീസ് കൗണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. സോ അതൊന്ന് നോക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ അതേ മില്ലി ആംപിയർ മീറ്റർ തന്നെയായിരിക്കും നിങ്ങൾ എക്സാമിന് തരുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം ഡയോഡിൻ്റെ ഗ്രാഫും കഴിഞ്ഞു. അപ്പോൾ ഗ്രാഫുകളൊന്നും ഇനി ബാക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു.
ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. അപ്പം ഇന്നിപ്പം ഉച്ചയ്ക്കൊക്കെ ബാച്ച് എക്സാംസ് ചിലപ്പോൾ ചില കുട്ടികൾ ചെയ്യുന്നുണ്ടാവും, ചിലർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. ഫിസിക്സിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സിമ്പിളായിരുന്നു എന്നുള്ളത്. ഞാൻ അത്രയും ഉറപ്പ് പറയുകയാണ്. അപ്പം നിങ്ങൾ അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. വാല്യൂസ് ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വാല്യൂസിലൊക്കെ ചിലപ്പം ചില നിങ്ങൾ ചെയ്ത പാരറ്റസിലായിരിക്കില്ല ചിലപ്പോൾ ഇപ്പം സ്കൂളിൽ ചെയ്യുന്നുണ്ട്. പാരറ്റസ് അല്ല, ലെൻസൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നാലോ, അതുകൊണ്ട് ബൈഹാർട്ട് ചെയ്യേണ്ട. പക്ഷേ നമ്മൾ എഴുതുന്ന വാല്യൂ നിങ്ങൾ ചെയ്ത വാല്യൂ ആയിട്ട് സെയിം തന്നെയാണോ എന്നുള്ളതൊരു കമ്പാരിസൺ നമുക്ക് വെക്കാം. ഒരുപാട് വേരിയേഷൻ ഇപ്പം നമ്മൾ ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 200 സെൻറ്റിമീറ്റർ എന്നൊക്കെ കിട്ടുവാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. 200 സെൻറ്റിമീറ്ററിൻ്റെ ഫോക്കൽ ലെങ്ത് ഒന്നും ഒരിക്കലും ലാബിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി. അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി. അല്ലാണ്ട് ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ കോൺസ്റ്റൻ്റായിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടാവില്ല. ഐസൊലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. പിന്നെ അതുപോലെ ഹെലിക്കൽ സ്പ്രിങ്, ഇപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് നമുക്കറിയാം. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ എക്സാംസ് എഴുതാൻ പോകുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മൾ ലിക്വിഡ് ലെൻസ് ചെയ്യാണ്ട്, കോൺകേവ് ലെൻസിൻ്റെ ഔട്ട് ഓഫ് കോൺടാക്ട് ചെയ്യാണ്ട് വൈവ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. വൈവ ക്വസ്റ്റ്യൻസ് അങ്ങനെ വെച്ചാൽ നമ്മൾ പഠിച്ച തിയറിയിൽ നമുക്ക് എല്ലാ എക്സ്പെരിമെൻറ്റ് എന്താണോ ആ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വൈവയായിട്ട് ചോദിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ വൈവ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ വൈവയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അപ്പം നാളെ എക്സാംസ് ഉള്ളവർക്ക് ഓൾ ദി ബെസ്റ്റ്.